അങ്ങനെ നമ്മുടെ ഉച്ചയൂണിന് പാമ്പുള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വെട്ടിയെടുക്കുവാണേ. 120 രൂപ എന്തോ ആയിരുന്നു അര കിലോ. അപ്പോൾ അര കിലോ വാങ്ങിയിട്ടുണ്ട്, 3 കിട്ടിയിട്ടുണ്ട്. ഇത് എന്താ, ഇതിന് ചെതുമ്പലൊന്നുമില്ലല്ലോ, ഇല്ല. പുറത്തുള്ള വെള്ള കളർ ശരിക്കും കളയേണ്ടതാണ്. പക്ഷെ ഇവിടെ എൻ്റെ മോനിത് കളയുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ അധികം ഉരച്ച് കഴുകുന്നൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എനിക്ക് പണ്ട് മുതലേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റു ചെറിയ മുള്ളനേലും എനിക്കിഷ്ടം ഈ പാമ്പുള്ളനാണ് കേട്ടോ. അപ്പോൾ ഇത് ആ വെളുത്ത സാധനം പോകാതിരിക്കാൻ വേണ്ടി കയ്യിൽ ഉപ്പ് പൊടി എടുത്തിട്ട് ഉപ്പ് പൊടി കൊണ്ട് ഇങ്ങനെ ഉരച്ച് കഴുകുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രബ്ബർ ഇല്ലേ, പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം പോയി കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലപ്പീസും വാലിൻ്റെ പീസും വറക്കാൻ പോവുകയാണ്. ബാക്കി ആ നടുക്കത്തെ പീസിലെ അത് മാത്രം മുളക് ചാറ് വെക്കാൻ പോവുകയാണ്. മീനൊക്കെ വെട്ടി തേച്ച് കഴുകിയെടുത്തു. പിന്നെ അരപ്പും കൂടി വറക്കാനുള്ളത് അരപ്പും കൂടി പുരട്ടി വെച്ചിട്ട് ഞാൻ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു, അതും കൂടി കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ കറി വെക്കാനുള്ളതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളകും ഇല്ല, വേപ്പിലയില്ല കേട്ടോ. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും പാകത്തിനുള്ള വെള്ളവും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ചട്ടിയൊന്ന് ചുറ്റിച്ച് നേരെ അടുപ്പത്തോട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ചീര ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പിടിയുള്ളൂ കേട്ടോ, ഒരു 5 മൂട് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അതെടുത്തു. അത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കറി ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ ചീര മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നു. തോരനല്ല കേട്ടോ. ഒരു സവാള അരിഞ്ഞെടുത്തു. അതിലേക്ക് പിന്നെ കടുക് താളിച്ചിട്ട് സവാള ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുത്തു. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീര മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വറക്കാനുള്ള മീനും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് സെറ്റായിട്ടുണ്ട്. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ചോറ് തന്നെ ആയിരുന്നു. രാവിലത്തേക്ക് ഞാൻ അട്ടാണിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കുശാലായിട്ടുണ്ട്. അപ്പോൾ മീനും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വിളമ്പുവാണ്. അങ്ങനെ പാമുള്ളൻ മുളക് ചാറ് വെച്ചതും പിന്നെ മുള്ളൻ ഫ്രൈയും ചീരമെഴുക്കുവരട്ടിയും നമ്മുടെ അട്ടാണിക്കറിയും എല്ലാം കൂടി ഉച്ചത്തെ ഊണ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാമേ. ബായ്.